വിദേശ പഠനത്തിലുള്ള കുത്തൊഴുക്കിലാണ് ഇപ്പോൾ കേരളം. അതായത് നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിൽ ഏറെയും ഇഷ്ടപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ അവൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഇതേക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം ദിലീപ് രാധാകൃഷ്ണനുണ്ട്. അദ്ദേഹം വിദേശ വിദ്യാഭ്യാസ രംഗത്തെ ഒരു കൺസൾട്ടൻ്റാണ്. ഇതേക്കുറിച്ച് കൂടുതൽ നമ്മുടെ അടുത്ത് വിശദീകരിച്ച് തരാനായി ശ്രീ വടയാർ സുനിലുണ്ട്. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ചേട്ടാ, ഒന്ന് ചോദിച്ചു തുടങ്ങാമല്ലോ, എന്തായിരിക്കും ഈ കുട്ടികളുടെ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? ശ്രീ ദിലീപ്, ABC-യിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. അതായത് അങ്ങേപ്പോലെ ഒരാളെ നമ്മുടെ ഫ്ലോറിൽ കിട്ടിയത് വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം കേരളത്തെക്കുറിച്ച് പറയുന്നത്, കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശ വിദ്യാഭ്യാസ രംഗത്തും വിദേശ തൊഴിൽ. വിദേശം എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ യൂത്ത് മുഴുവൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഡെമോഗ്രാഫി വെച്ച് പറയുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമായി മാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ യുവാക്കൾ മുഴുവൻ പുറത്തേക്ക് പോവുക. അപ്പോൾ കേരളത്തിലെ പല ഭൗതികമായ ഘടകങ്ങളും ഇവിടെ പഠിക്കാനും ഇവിടെ ജീവിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. അതിൻ്റെ പൊളിറ്റിക്സിലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷേ അങ്ങനെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ സേഫായിട്ട് പഠിക്കാനും അവരുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ലോകത്തുണ്ടോ? ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ ഒരു വശം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുത്തുന്ന കുട്ടികൾ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് വിശദമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈസും അത് നാഷണൽ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും നമുക്ക് ഇനി വാലിഡ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷനും അവിടെ നിന്ന് എത്ര കുട്ടികൾ പുറത്തു പോകണു എന്ന ഡാറ്റ MBA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. ഫസ്റ്റ് തിങ്, കേരളം ഇല്ല. കേരളത്തിൽ നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതല്ല. കാരണം എന്താ വെച്ചാൽ കേരളം കൊച്ചു ഒരു സംസ്ഥാനമല്ലേ. അപ്പോൾ അതിന്റെ പോപ്പുലേഷന്റെ ആനുപാതികമായിട്ടാണല്ലോ യൂത്ത് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് വലിയ വലിയ സ്റ്റേറ്റുകൾ ഉള്ള ഒരുപാട് സ്ഥലം. അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഏതാണ്ട് എല്ലാവരും ഗ്രാജുവേഷനെങ്കിലും കഴിഞ്ഞവരായിരിക്കും. അതെ, ഗ്രാജുവേഷൻ കഴിയുക എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പ്രതി ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യമല്ലേ. പക്ഷെ അവിടെ നിന്ന് US പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. US എന്ന് പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ്. അവിടെ നിന്ന് പിള്ളേർ പുറത്തു പോകുന്നുണ്ട്. ജപ്പാനിൽ 12.5 കോടിയിൽ 75,000 കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട്. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം അത് 5 ലക്ഷം ആക്കാനാണ് അടുത്ത 15 വർഷത്തിൽ. അതേപോലെ 2.25 ലക്ഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് അവർ 5 ലക്ഷം ആക്കാനും 75,000 പിള്ളേർ എന്നുള്ളത് 5 ലക്ഷം. അതായത് പുറത്തേക്ക് എത്ര പേര് പോകുന്നുണ്ടോ അത്ര തന്നെ ഗ്ലോബൽ ടാലൻറ്റിനെ അവിടേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും ബ്രെയിൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ജപ്പാൻ പോലത്തെ ലാംഗ്വേജ് സ്റ്റിഗ്മ ഉള്ള എക്കണോമിയിൽ നിന്നും ബിഗ്ഗസ്റ്റ് എക്കണോമിയിൽ നിന്നും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ജർമ്മനിയിൽ നിന്നും ഒക്കെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് ഒരു എക്സ്പോഷർ ഗെയിനിങ് ആണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയൊരു ചുരുങ്ങിയ സാഹചര്യത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷറിന് പകരം ഗ്ലോബലി തന്നെ നമുക്ക് ഒരു മിക്സ്ഡ് കൾച്ചറിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പാക്റ്റ് ആണ് പേഴ്സണലി. ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. ഇതെന്താ 2 തരം യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ പുറത്ത്? യെസ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ്, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. അത് മിക്കവാറും ആ യൂണിവേഴ്സിറ്റികളൊക്കെ പേര് ആ ഇതിന്റെ സ്ഥലത്തുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പോൾ VNI യൂണിവേഴ്സിറ്റി, ഇൻസ്ബ്രുക്ക് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സർക്കാർ യൂണിവേഴ്സിറ്റികളാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. അതല്ലാണ്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് യൂറോപ്പിൽ. അതിൻ്റെ ഏറ്റവും അധികമുള്ള സ്ഥലങ്ങളാണ് UK, കാനഡയും അയർലൻഡും ഓസ്ട്രേലിയയൊക്കെ. അല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ സമീപകാലത്ത് ഒരു ഏജൻസി ഏതാണ്ട് 8,000-ഓളം കുട്ടികളെ ഒറ്റയടിക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തയൊക്കെ കേട്ടിരുന്നു. അപ്പോൾ എനിക്കെൻ്റെ നിജസ്ഥിതി അറിയില്ല, എങ്കിലും വാർത്ത വായിച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ഈ ചില പ്രത്യേക രാജ്യങ്ങൾ, ഇപ്പം കാനഡ, അങ്ങനെയുള്ള ചില ഹാൻഡ് പിക്ക് ചെയ്തുള്ള ചില രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഇത്തരം ഏജൻസികൾ കുട്ടികളെ കൊണ്ടുപോയി കാണുന്നത്. അത് അവിടെ മാത്രമേ ഈ വിദ്യാഭ്യാസം സ്കോപ്പുള്ളൂ? അല്ല, ഇപ്പം നമ്മളതിനെ ഞാൻ ആ ഒരു കൺസെപ്റ്റ് ആളുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അതിൽ ഒരു രാജ്യത്തിന് എത്ര പേര് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നോക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ സൈസ് നമ്മൾ നോക്കണ്ടേ. GDP കാനഡയിൽ ഹാർഡ്ലി $2 ട്രില്യൺ താഴെ GDP ഉള്ളൂ. $3 ട്രില്യൺ ഉള്ളൂ UK എക്കണോമി സൈസ്. അപ്പോൾ ഈ $2 ട്രില്യൺ ഉള്ള കാനഡയിലേക്ക് ലക്ഷോപലക്ഷം ആൾക്കാർ ഒഴുകിക്കഴിഞ്ഞാൽ ആ എക്കണോമി ക്രംബിൾ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അവർ തന്നെ പുറപ്പെടുവിച്ച പുതിയ നിയമം. 10 ലക്ഷം സ്റ്റഡി പെർമിറ്റ് കൊടുത്തിരുന്നത് ഇനി 3.5 ലക്ഷമായിട്ട് അവന് കട്ട് ഷോട്ട് ചെയ്യാൻ പോണത്. നേരെ മറിച്ച് 11.5 ലക്ഷം കുട്ടികൾ US പോകുന്നുണ്ട്. പക്ഷേ US ഒരു ബാധിക്കുന്നില്ല. കാരണം എന്താണ്? അത് $25 ട്രില്യൺ ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ്. അതിനത്രയും പേര് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഉൾക്കൊള്ളാൻ കുറവ് മാത്രം പറ്റുന്ന, എന്നാൽ അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനാണ് കൂടുതലാണ് ഈ കാനഡ UK സ്വാഭാവികമായിട്ടും ഒരു കൺസൾട്ടന്റിന് ഇതിലൊരു 10-20 യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100 കണക്കിന് പിള്ളേരെ ഒരു വർഷത്തിൽ അയക്കാം.
അത് തന്നെ ധാരാളം മതി ഇവരുടെ ലാഭത്തിനായിട്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം എന്താ വെച്ചാൽ ഇതിനകത്തൊക്കെ ചില ഫേക്ക് സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് ചിലപ്പോൾ വാർത്തകളൊക്കെ വരാറുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ കുട്ടിയെ എനിക്ക് ഒരു വിദേശ രാജ്യത്ത് വിട്ട് പഠിപ്പിക്കണം, ഞാനൊരു മെൻറ്റർ, ഈ മേഖലയിലൊരു മെൻറ്ററായ ദിലീപിനോട് ചോദിച്ചാൽ ദിലീപ് എനിക്ക് തരുന്ന അഡ്വൈസ് എന്തായിരിക്കും? ആദ്യം നമ്മളൊരു കൺസൾട്ടന്റിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന മൈൻഡ് സെറ്റ് നമ്മൾ നിർത്തണം. പണ്ട് വിശ്വസിക്കരുത്, പരിപൂർണമായിട്ട് വിശ്വസിക്കുക. കാരണം നമ്മുടെ കരിയർ അല്ലേ. ഇപ്പം ഞാൻ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, വായിച്ച് നോക്കും, കോഴ്സുകൾ നോക്കും. അത് നമുക്ക് നമ്മുടെ കരിയറിനോടും നമ്മളോടും കാണിക്കുന്ന. എനിക്ക് മറുപടി ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ദിലീപ് ഒരു മെൻറ്ററാണ്, ദിലീപ് പറയുന്നത് താങ്കളെ പോലും പൂർണ്ണമായി വിശ്വസിക്കരുതെന്നാണ്. ഇത് ഞാൻ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ യാത്ര കൊണ്ട് ഞാൻ നേടിയ അറിവുമാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ആരും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ നോട്ടബിൾ എന്ന് പറയുന്നത്. കറക്റ്റ്. അതെന്താ വെച്ചാൽ എൻ്റെ അഡ്വൈസ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ. എൻ്റെ അറിവ് പരിപൂർണ്ണമായെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇങ്ങനെ തുറന്നു പറയുന്ന ഒരാളെ വിശ്വസിക്കാം. അത് തന്നെ ഞാൻ പറയാറുള്ളത്. ഒരു കൺസൾട്ടന്റ് ഒരു ഫെസിലിറ്റേറ്ററാണ്. അതെ, അയാൾക്ക് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവില്ല. ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കാന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി വേറെ ആളുടെയാണ്. അതെ അതെ. വിസ കൊടുക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം അത് വേറെ രാജ്യമാണ്. അപ്പൊ ഇയാൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു തരാന്ന് ഉറപ്പ് പറയുന്നത്? അപ്പൊ അതിനേക്ക് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കൺസൾട്ടന്റ്. അത്രേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കണം ഒന്നാമത്. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യവും എല്ലാവർക്കും നന്നാവില്ല. നമ്മൾക്ക് ഓരോ രാജ്യത്ത് ചില ഇൻഡസ്ട്രികൾ വളരെ പ്രമുഖമായിരിക്കും. ഇപ്പൊ ചൈന എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിന്റെ പേര് കേട്ട സ്ഥലമാണ്. നേരെ മറിച്ച് വേറെ പോളണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ്. ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിങ്ങിന്റെ ഹബ്ബാണ് ശരിക്കും യൂറോപ്പിന്റെ. അപ്പോൾ ഓരോ ഇൻഡസ്ട്രികൾ, സ്പെസിഫിക് ഇൻഡസ്ട്രികളായിരിക്കും ഓരോ രാജ്യത്ത് നന്നാവുന്നത്. നമ്മൾ പഠിച്ചതിന് ശേഷം എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് മേഖലയാണെങ്കിൽ ആ മേഖല എത്ര പ്രബലമാണെന്ന് നോക്കി നമ്മൾ അവിടെ എന്തൊക്കെ മേഖലകളിൽ ഷോർട്ടേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ രാജ്യം പിക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇന്ന് കാനഡയിൽ UK-യിൽ പിള്ളേർ പാർട്ട് ടൈം ജോലി പോലും കിട്ടാണ്ട് അലയുന്ന സാഹചര്യത്തിൽ എത്രയോ വീഡിയോസ് നമ്മൾ എല്ലാവരും കരുതുന്നത് അവിടെ പോയാൽ പഠിക്കുന്നതിനൊപ്പം ജോലിയും ചെയ്യാം എന്നൊക്കെ പറയുന്നു, ഫീസും അടയ്ക്കാം. അതെ, ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ശരിയല്ലേ? അല്ലല്ലോ, ഒരിക്കലും പറ്റില്ല. ജീവിത ചെലവ് വളരെയധികം കൂടിയ രാജ്യങ്ങളിൽ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു വാഗ്ദാനം എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പോസിബിൾ അല്ല അത്. ഇപ്പം നമ്മുടെ ഈ കൊച്ചിയെ എടുക്കുകയാണെങ്കിൽ കുറേ കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാനൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷനും ചേരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാം, അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ ഞങ്ങൾക്ക് പിന്നെ ആശുപത്രിയിലേക്ക്, ഇപ്പോൾ നേഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അവർ പഠിപ്പിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പാർട്ട് ടൈമായിട്ട് അവിടെ ജോലി ചെയ്യാം, അതിനുശേഷം മറ്റ് ജോലി ചെയ്യാം, അങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കും. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്നാമത്തെ കാര്യം, അത് നഴ്സിംഗ് പ്രോഗ്രാം അല്ല. നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. ജർമ്മനിയിൽ 4 ഇയർ എഡ്യൂക്കേഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു മാനേജ്മെന്റ് ഡിഗ്രി പോലും ബാച്ചിലേഴ്സിൽ 4 ഇയർ ആകുമ്പോൾ ഒരു മെഡിക്കൽ ഡിഗ്രി എങ്ങനെയാണ് 3 വർഷം കൊണ്ട് കഴിയുന്നത്? ഒരു മിഡ് വൈഫറി റോളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് ജർമ്മനിയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്ന കുട്ടികൾ. 1000 യൂറോ തന്നെ നമുക്ക് പഠിക്കുന്ന നേരത്തെ സ്റ്റൈപ്പൻഡ് കിട്ടും, പഠിച്ചിറങ്ങിയ ഉടനെ ജോലി. പക്ഷേ ഇതിനൊരു ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഇല്ല. നമ്മുടെ ഗ്രാജുവേറ്റ് നഴ്സിംഗും ഈ പ്രോഗ്രാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വൊക്കേഷണൽ പ്രോഗ്രാമാണ്. മറിച്ച് നമ്മൾ പഠിക്കേണ്ട ഗ്രാജുവേറ്റ് നഴ്സിംഗ് ആണെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിക്ക് UK-ക്ക് പോകാം. കാരണം കഴിയുന്നത് ഡിഗ്രി ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം അല്ല. അവിടത്തുകാർ ചെയ്യാൻ മടിക്കുന്ന ജോലികളിൽ പെട്ടതാണ് ഈ സോഷ്യൽ വർക്ക്, നഴ്സിംഗ്. അവിടുത്തെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് NHS-ൽ UK-യുടെ NHS നാഷണൽ സൊസൈറ്റിയിൽ എത്ര ആയിരക്കണക്കിന് റിക്രൂട്ട്മെന്റ് നടന്നിട്ടും ഇന്നും വേക്കൻസി ഉണ്ടെന്ന് പറയുന്നതിന് കാരണം ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അവിടുത്തെ ആൾക്കാർ ശ്രമിക്കാത്തതുകൊണ്ട്. പുറത്തുനിന്ന് വന്നാലേ മീറ്റ് ചെയ്യുള്ളൂ. അവിടേക്ക് പോകണമെങ്കിൽ ഭാഷാ പ്രാവീണ്യം വേണം. ഇതുകൊണ്ടാണ് അത് മീറ്റ് ചെയ്യാത്തത് അവിടെ. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെ കിട്ടാനുള്ള, ഈ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ കിട്ടാനുള്ള കടുത്ത ക്ഷാമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമാണ് നമ്മുടെ നാട്ടിലെ ITI പോളിടെക്നോ പോലെ. അവരെന്തിനാ വലിയൊരു പ്രചാരണം കൊടുക്കുന്നത്? കാരണം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ മുടക്കിയാൽ നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. നിങ്ങളുടെ മുൻപേ പോയവരോട് സംസാരിച്ച് നോക്കും. അപ്പോൾ ഈ ഏജൻസികൾ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഓരോ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന ഓരോ മേഖലകളാണ്. നമ്മൾ ഇതൊരു ബിസിനസ് തന്നെയാണല്ലോ. ആ ബിസിനസ്സിൽ നമ്മൾ എത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നനുസരിച്ചാണ് നമ്മുടെ അറിവ് നേടുന്നത്. ഇത് അറിവിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ശരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല അത് സെല്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമേ എനിക്ക് ആകെ 4 രാജ്യങ്ങളെ പറ്റി പഠിക്കാനുള്ള കഴിവേ ഉള്ളൂ.
എനിക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വിൽക്കാൻ പറ്റുന്ന ആകെ 4 രാജ്യങ്ങളും യൂണിവേഴ്സിറ്റീസ് ആണ്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ 29 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. 29 രാജ്യങ്ങൾക്ക് 29 വിസ കണ്ടീഷൻസ് ആണ്. അതിനെ പറ്റി മുഴുവൻ പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ചെയ്യാത്തോടത്തോളം കാലം നമ്മുടെ അറിവും നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിൽക്കുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആവും. അപ്പോൾ അവർ വിൽക്കുന്നതിന് കൂടുതൽ വോളിയം കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് വലിയൊരു സംഭവമായിട്ട് പ്രചരിപ്പിക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. അല്ല, വിദേശ വിദ്യാഭ്യാസം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരിക. എല്ലാ കുട്ടികളുടെ ആഗ്രഹം ഇന്ത്യക്ക് പുറത്തേക്ക് പോകാമെന്നാണ്. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രി ആണെന്നും താങ്കൾ പറഞ്ഞു. അപ്പോൾ നമ്മളിത് വളരെ എക്സ്പെൻസീവ് ആണോ ഇത്? ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും. അതായത് ഇത്രയും നാളുകൾ നമ്മൾ വിറ്റുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നത് കാനഡയും UK അല്ലേ. ഇപ്പോഴും പിള്ളേരുടെ അടുത്ത് കാനഡ UK അത് മാത്രമാണ് പരസ്യങ്ങളിലെല്ലാം കാണുന്നത്, കാനഡ വിസ, UK വിസ. എക്സാക്ട്ലി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് പ്രശ്നം. ആ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ 12, 15, 20, 30 ലക്ഷം വരെ പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്നുണ്ട്. അതല്ല അവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ പേ ചെയ്യണം. യെസ്, ട്യൂഷൻ ഫീ പേ ചെയ്യണം. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അല്ല, ഡെഫിനറ്റ്ലി അല്ലല്ലോ. അങ്ങനെ അല്ലാത്ത മറ്റു രാജ്യങ്ങളോ നമുക്ക് ഓപ്ഷൻ ഒരുപാട് യൂറോപ്പിലെ എത്രയോ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും പറയുന്നില്ലല്ലോ. അത് പറയണമെങ്കിൽ അത് വിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ വിസ കണ്ടീഷൻസ് ഓരോന്നും പഠിക്കണം. ജർമ്മനി പോകുമ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടും GIC സംവിധാനമാണ്. ബെൽജിയത്തിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ്. ഓസ്ട്രിയക്ക് വരണം മെച്യൂരിറ്റി പീരീഡും എമൗണ്ടും വേറെയാണ്. ലാറ്റ്വിയക്ക് വേറെയാണ്. ഡെൻമാർക്കിന് വേറെയാണ്. ഇത് മുഴുവൻ ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും അതിൽ ക്രിയേറ്റ് ചെയ്യണ വോളിയം സെർട്ടനിറ്റി ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ലോ കോളേജിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ സെർട്ടനിറ്റി ഉണ്ട്. കാരണം അവർക്ക് കോട്ട ഉണ്ട്, സീറ്റ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ UK, കാനഡ, അയർലൻഡ് സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ എനിക്കും ടൈപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് UK ഒരു കുട്ടിയുടെ അടുത്തും നിങ്ങൾ UK പോ അല്ലെങ്കിൽ കാനഡ പോകുമെന്ന് പറയാറില്ല. നിങ്ങൾക്ക് ഏതാണ് എത്ര നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിക്ക് എൻ്റർ ചെയ്യേണ്ടത്, ആ ഇൻഡസ്ട്രി എവിടെയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്, അവിടെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്, അതിൽ നിങ്ങളുടെ എൻട്രി റിക്വയർമെന്റ് മാച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതാണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി UK അല്ലെ കാനഡ മാത്രം നോക്കണ്ട. കാരണം അവിടെ കിട്ടുന്ന പോലെ തന്നെ ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ മറ്റു രാജ്യങ്ങളിൽ ചീപ്പറായി കിട്ടും എന്നാണോ പറയുന്നത്? അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ജർമ്മനി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സിന് കുറെ വളഞ്ഞ വഴികളാണ് അവിടേക്ക് എത്തണമെങ്കിൽ. സ്റ്റുഡിയൻ കൊളീഗ് സംവിധാനം, ജർമ്മൻ ഭാഷാ പ്രാവീണ്യം, ഇങ്ങനെ കുറെ തലവേദനകളുണ്ട്. മാസ്റ്റേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, 1 രൂപ പോലും ചെലവില്ല. ഓസ്ട്രിയ ഫ്രീ മീൻസ് ഒരു ടാക്സ് എമൗണ്ട്, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറയുന്ന ഒരു 5000 10,000 ഒക്കെ ഒരു സെമസ്റ്ററിൽ വരുന്ന ഒരു എമൗണ്ട് മാത്രമാണ് ആകെ ചെലവ്. അത് ഡിഗ്രി ക്വാളിഫിക്കേഷനായിട്ട് പോയാലോ? ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് PG എടുക്കാൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ബാക്കി വിദ്യാഭ്യാസം, ഹോസ്റ്റൽ എല്ലാം ഫ്രീ ആണോ? അല്ല, ജീവിത ചെലവ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്യൂഷൻ ഫീ, 2 ജീവിത ചെലവ്. ജീവിത ചെലവ് ഇനി അവൻ എത്ര പൈസ ഉള്ള വീട്ടിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും നിർബന്ധമായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വരും. കാരണം ജീവിത നിലവാരം കൂടിയ സ്ഥലത്ത് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് പൈസ വെച്ച് കൊടുക്കല് സാധാരണഗതിയിൽ ഒരു വീട്ടിലുള്ള ഒരു ആൾക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിന് പാർട്ട് ടൈം ജോലി ചെയ്യണം നിർബന്ധം. പാർട്ട് ടൈം ജോലിക്ക് അവിടെയൊക്കെ സ്കോപ്പ് ഉണ്ട്. ഡെഫിനറ്റ്ലി. പാർട്ട് ടൈം ജോലി എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ യൂറോപ്പിൽ ഇംഗ്ലീഷ് അല്ല ഒഫീഷ്യൽ ലാംഗ്വേജ്. സാർ അപ്പോൾ ലാംഗ്വേജ് ബാരിയർ ഇല്ലേ ചോദിക്കും കുട്ടികൾ. ഞാൻ പറയാം, ഏറ്റവും പറയുന്ന കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറിയിട്ടും സെർച്ച് ചെയ്യും പാർട്ട് ടൈം ജോബ് ഇഷ്യൂസ് ഇൻ UK ആൻഡ് കാനഡ. എണ്ണിയാലൊടുങ്ങാത്ത വീഡിയോസ് കാണും. മാസങ്ങളായിട്ട് പിള്ളേർക്ക് പാർട്ട് ടൈം ജോലി കിട്ടാത്ത. അവിടെ ഇംഗ്ലീഷ് ആണല്ലേ ഭാഷ സംസാരിക്കുന്നത്, എന്നിട്ടും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എന്താ കാര്യം വെച്ചാൽ ലാംഗ്വേജ് അല്ല ബാരിയർ, കോമ്പറ്റീഷനാണ്. ഒരു 5 വർഷം 10 വർഷം മുന്നേ ഒരാൾ എത്ര എളുപ്പത്തിൽ പോയിരുന്നോ, ഇപ്പോൾ അത് ട്രെൻഡായി മാറി. ഇപ്പം എന്തുണ്ടായി, എല്ലാ സ്ഥലങ്ങളിലേക്കും പിള്ളേർ ഒഴുകുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും. അപ്പൊ എവിടെ പോയാലും നമ്മളൊരു കോമ്പറ്റീഷനെ മറികടക്കേണ്ടതായിട്ട് വരുന്നിടത്തും, ലോകത്തിന്റെ ഏത് ഭാഗത്തും. അല്ല, അങ്ങയുടെ അഭിപ്രായത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട പോസിബിലിറ്റീസ് ഒരുപാടുള്ള വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഡിപ്പെൻസ് ഓൺ കൺട്രി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്കാൻഡിനേവിയൻ ഏരിയകൾ, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ ബെൽറ്റിലാണെന്ന് വെച്ചാൽ പവർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ജർമ്മനി എന്ന് പറയുന്നത് ഒരു ടെക്നോളജി റിലേറ്റഡ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി ജർമ്മനി, ഓസ്ട്രിയ ഒക്കെ തന്നെ. പോളണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് വളരെ നല്ലതാണ്. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യങ്ങളാണ്. 40 ബില്യണും. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. എക്സാക്ട്ലി. അതൊക്കെ ദരിദ്ര രാജ്യങ്ങളല്ലേ ഇപ്പോൾ? നമ്മൾ പോകുന്ന എന്ത് കോഴ്സ് പഠിക്കാൻ എത്ര ചെലവ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇവർ MBA പഠിക്കണമെങ്കിൽ നല്ല കോളേജിൽ നിന്ന് സ്വയം അവകാശപ്പെടുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പോയാലും ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും കുട്ടിയെടുത്ത് മേടിക്കും. അതിന്റെ പകുതി പൈസ മതി MBA അവിടെ പഠിക്കാൻ. അതിന്റെ റാങ്കിങ് നമ്മുടെ ഈ പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ഡിഗ്രീസ് ആണോ? ഡെഫിനറ്റ്ലി.
അതായത് അത് തിരിച്ചറിയണം. നമ്മൾ നോക്കുന്ന QS റാങ്കിങ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ക്വാർട്ടർലി സിനിമൻസ് റാങ്കിങ്ങിന് പ്രകാരം സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ, റിസർച്ച് പബ്ലിക്കേഷൻസ്, അവിടെ വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേൾഡിലെ തന്നെ ഏകദേശം 1000 ചില്ലുവാനും യൂണിവേഴ്സിറ്റീസിനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ റാങ്കിങ് എന്ന് പറയുന്ന ഉള്ളൊരു യൂണിവേഴ്സിറ്റി, ഇതിൽ പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് ആഫ്രിക്കയിൽ ഇരുന്നാലും ശരി, ചൈനയിൽ ഇരുന്നാലും ശരി, അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ആകെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് IITസും IIMസും ബിറ്റ്സ് പിലാനി, വേറൊരു സ്ഥാപനമില്ല. ഈ ബിറ്റ്സ് പിലാനി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഞാൻ അവിടുത്തെ ഒരു ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ എന്റെ പഠിക്കാനായിട്ട് ബിറ്റ്സാറ്റ് പരീക്ഷ എഴുതി ഒരുപാട് ടെക്നിക്കൽ ടെസ്റ്റ്, മാനേജ്മെന്റ് ടെസ്റ്റ്, ഇനി ഇല്ലാത്തൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയ ആ യൂണിവേഴ്സിറ്റിയുടെ QS റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 700 ചില്ലുവാനാണ്, വെറും 700 ചില്ലുവാണ്. അതായത് അവിടെ എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് പിള്ളേർ എഴുതുന്ന ഒരു പരീക്ഷ എഴുതിയിട്ടാണ് അതിൽ കയറുന്നത്. എന്നിട്ട് അതിന്റെ റാങ്ക് അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ലാറ്റ്വിയ, ലിത്വാനിയ പോലത്തെ ദരിദ്ര രാജ്യം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലെ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയോ വിൽനസ് യൂണിവേഴ്സിറ്റിയോ എടുത്ത് നോക്കി അതിന്റെ റാങ്ക് ഇതിനേക്കാളും നല്ലതാണ്. പക്ഷെ അവിടേക്ക് കയറാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇവിടെ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. ഇല്ല, ഇവിടെ തിരക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല പഠിക്കാൻ പിള്ളേർക്ക്. അപ്പൊ ഇവിടെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളിലും വരെ തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലങ്ങളില്ല. അപ്പൊ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 29.6 ആണ് ഇവിടുത്തെ ആവറേജ് ഏജ് ഓഫ് നേഷൻ. അത്രയും യങ് പോപ്പുലേഷൻ ഉണ്ട്. ഇവർക്ക് പഠിക്കാൻ വേണ്ട ടോപ്പ് നോച്ച് കോളേജുകളില്ല, നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിക്കട്ടെ, ഇത് ഈ ആൾ പഠിക്കുന്ന, വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളുടെ ഒരു നല്ല ശതമാനത്തിലും തിരിച്ചിങ്ങോട്ട് വരണമെന്നില്ല. അവരവിടെ സെറ്റിൽ ചെയ്യുക, PR കിട്ടുക, ഇതൊക്കെയാണ് അവരുടെ ഒരു താല്പര്യം. ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന രാജ്യങ്ങളിൽ PR എടുത്ത് പിന്നെ ഭാവിയിൽ പേരൻസിനെയൊക്കെ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഉണ്ടോ അധികം? എല്ലാവരും കൂടുതലും മൈഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ യൂറോപ്പിലെ ഇപ്പൊ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഷെങ്കൻ ഏരിയ എന്ന് പറയുന്ന 29 രാജ്യങ്ങളില്ലേ. അപ്പൊ അവർ ഇവൻച്വലി അവർ മൂവ് ഔട്ട് ചെയ്യും. ഈ പറഞ്ഞ ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, അങ്ങനെ ജീവിത നിലവാരം കൂടിയ രാജ്യങ്ങളിലേക്ക് അവർ പിന്നീട് വർക്കുമായിട്ട് മാറും. പഠനത്തിന്റെ ചെലവ് കുറയ്ക്കുക, ബേർഡൻ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ രാജ്യങ്ങളിൽ പോകുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ ടോപ്പ് ക്വാളിറ്റി ഉള്ള, ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുന്ന രാജ്യങ്ങളിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് പേര് സെറ്റിൽഡ് ആണ് അവരൊക്കെ. മുമ്പ് ഒരിക്കൽ ഞാൻ ഈ കോവിഡിനൊക്കെ മുമ്പ് ഇക്വഡോറിലേക്ക് പോകാനുള്ള വലിയ തള്ളുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഇപ്പോൾ ഉണ്ടോ? കഴിഞ്ഞോ? ഇല്ല, ഇത് ലക്സംബർഗ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. വെറുതെ പ്രൊമോട്ട് ചെയ്യാണ്. ഇത് ലക്സംബർഗ് എന്ന് പറയുന്നത് നെതർലാൻഡ്സിന്റെ ബെൽജിയത്തിന്റെ ആ മാപ്പ് നോക്കി കാണാം, ഒരു പൊട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. 2 മണിക്കൂർ തികച്ച് വേണ്ട ഒരറ്റത്ത് മറ്റത്തേക്ക് എത്താൻ. അവിടെ ഒരുപാട് ഒരു ടാക്സ് ഹെവൻ പോലെ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള വർക്ക് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞു, ഇവരെ എവിടെ താമസിക്കാൻ പോകുന്നത്? ലക്സംബർഗിൽ ജോലി കിട്ടിയ ആൾക്കാർ വരെ താമസിക്കുന്നത് ബെൽജിയത്തിലാണ്. നമ്മുടെ ദുബായ്, ഷാർജയ്ക്ക് ട്രാവൽ ചെയ്യണ പോലെ പോകുന്നത്. അപ്പൊ അത്രയും കുഞ്ഞൊരു സ്ഥലത്തേക്ക് എവിടേക്ക് ഒഴുകുന്ന ഈ പറയുന്നത്. അപ്പൊ എല്ലാം ഒരു ട്രെൻഡാക്കി മാറ്റുകയാണ്. ട്രെൻഡാണോ അത് മനഃപൂർവ്വം ആളുകളെ ചീറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യമുണ്ടോ? നമ്മൾ എല്ലാവരും ഈ കോവിഡിന് ശേഷം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ ചിന്തയെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കുക. എണ്ണിയാലൊടുങ്ങാത്ത സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ. അവിടെ പോയ ജീവിതം പെട്ടെന്ന് അങ്ങോട്ട് വേറെ തലത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുകയാണ്. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, അപ്പോൾ നമ്മുടെ ഈ ആളുകൾക്ക്, സാധാരണക്കാർക്ക് ആയിരിക്കും മക്കൾ പറയുന്നത് എനിക്ക് വിദേശത്ത് പോകണമെന്ന് പറയുന്നത്, അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പേരൻസ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് മാത്രമല്ല, പേരൻസ്, കുട്ടികൾക്ക് അറിയില്ലല്ലോ, പേരൻസ് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ്, ആവശ്യമില്ലാത്ത പ്രോമിസ് ആരെങ്കിലും പറയേണ്ടത് അവർ മാറി നിൽക്കുക. പ്രത്യേകിച്ച് ഈ മേഖലയിൽ അങ്ങനെ പ്രോമിസ് അല്ല, നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ആ പ്രോമിസുകൾ, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ തരുന്ന ആൾക്കാരെ ആദ്യം മാറ്റി നിർത്തുക. ഇനി 8,000 അല്ല 80,000 പിള്ളേർ കാനഡയ്ക്ക് പോകണമെന്ന് കണ്ടാലും നമ്മളൊക്കെ ചേർന്നതാണോ സ്ഥലം നമ്മൾ നോക്കണം. അതെ, അല്ലാതെ 8,000 പേര് അവിടേക്ക് പോയി എന്ന കാരണം കൊണ്ട് അതിന് എന്തൊരു സാങ്കത്യം പലപ്പോഴും ചിന്തിച്ചു പോകും നമ്മള്. ഒരു സാങ്കത്യം ഇല്ല, അതിന് അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണത്. അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രി എവിടെയാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, ഒരു ലൈഫ് ഉണ്ടാക്കാനാണല്ലോ. അത് ഏത് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട വേണ്ടത് വെച്ചാൽ അത് എവിടെയൊക്കെ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ കൺസൾട്ടന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ പറയാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രാജ്യങ്ങളെ പറ്റി സംസാരിക്കാൻ കഴിവ് വേണം. അപ്പോഴാണ് ഓപ്ഷൻസ് കിട്ടുള്ളൂ. ഈ UK, കാനഡയും അയർലൻഡും അത്ര ഇരുന്ന് 3-4 രാജ്യങ്ങളെ പറ്റി മാറി മാറി എത്ര നേരം സംസാരിക്കും? നമ്മൾ ഏതൊക്കെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇതിന്റെ ഉള്ളിൽ തന്നെ അവസാനം കറങ്ങി തിരിഞ്ഞു. അല്ല, ഈ അങ്ങ് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണോ? ഡെഫിനറ്റ്ലി. ഒന്നാമതായിട്ട് പ്ലേസ്മെന്റും സംവിധാനങ്ങളൊന്നും ഇല്ല വിദേശത്ത്. ഞാനിത് പല രീതിയിൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ സംവിധാനം ഇല്ല. നമ്മൾ തന്നെ ഇന്റേൺഷിപ്പുകൾ ആയിട്ട് കണ്ടെത്തി അതിൽ ജോലിക്ക് കയറി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പെയ്ഡ് ഇന്റേൺഷിപ്പിൽ പോയി അവർ നമ്മൾ ഇംപ്രസ് ചെയ്ത് 6 months പെയ്ഡ് ഇന്റേൺഷിപ്പ് തന്നെയാണ് എല്ലാവരും. അത് നമ്മൾ ഈ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഈ ജോലിക്ക് കയറുന്നത്. അങ്ങനെയാണ് പാറ്റേൺ, അതാണ് രീതി.
നമ്മുടെ അവിടെ ഉള്ള ഈ പറഞ്ഞ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ, ഇവിടെ പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു മാർക്കറ്റിംഗ് ടൂളാണ്. വിദേശത്ത് ഇങ്ങനെ സംവിധാനം ഇല്ല. ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പം താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു 40 ലക്ഷം രൂപ വരെ ഇവർക്ക് ചിലവാകുന്നുണ്ട്. ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ വസ്തു പണയം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ അവിടെ പോയി ഒരു 10 വർഷം ജോലി ചെയ്തിട്ടാണ് ഈ പൈസ തിരിച്ചടക്കിയില്ല മാത്രമല്ലേ നടക്കുന്നുള്ളൂ. പിന്നെ അവൻ എന്താ അതുകൊണ്ടുള്ള നേട്ടം? അതായത് എന്താണ് വിദേശത്ത് പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ 2% താഴെയാണ്. കുട്ടികൾക്ക് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വഴിയായതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് കിട്ടും. PR കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസത്തിൽ നല്ല രീതിയിൽ പൈസ ഇല്ല എന്ന് തന്നെ പറയാം, ഫ്രീ ആണ് ഓൾമോസ്റ്റ്. അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ഒരാള് അയാളുടെ ജീവിതവും മരണത്തിന്റെ ഇടയ്ക്ക് സഞ്ചരിക്കണ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ എന്തായി ആൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ടാക്സ് ഇനത്തിൽ വലിയൊരു എമൗണ്ട് പോയാലും അയാൾക്ക് പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് പ്രായമാകുമ്പോൾ നല്ലൊരു തുക കിട്ടും. അപ്പോൾ നെറ്റ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ല വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുകയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. പിള്ളേർ പോകുന്നത് പഠിക്കാൻ വേണ്ടല്ലോ കേട്ടോ. അതിന്റെ റിസർച്ച് വളരെ വ്യക്തമായിട്ട് 10,000-കണക്കിന് പിള്ളേരെ പറ്റിയിട്ടുള്ള റിസർച്ച് നടത്തിയതിന്റെ പേരിൽ മനസ്സിലായത് 60% പിള്ളേരും പോകുന്നത് നല്ല യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ്. അതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 1.5%, 1.25% നമുക്ക് ബാങ്ക് ലോൺ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ബേർഡൻ. എനിക്കവിടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ ദുരിതമായിരിക്കും ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോകുന്ന ആൾക്കാർ മുഴുവൻ അവിടെ താമസിക്കാന്ന ലക്ഷ്യത്തോടെയാണ് ഈ പോകുന്ന വിദ്യാർത്ഥികളെല്ലാം അല്ലെ, അല്ലാതെ ഒരു നല്ല കോഴ്സ് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനല്ല. തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്താ ഉള്ളത്? ഇപ്പൊ 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് എത്രയാണ്? അത്രയും ആൾക്കാരെ GDP എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെന്റിന് എന്തുമാത്രം ഒരു പൗരന്റെ മേലേക്ക് ബെനിഫിറ്റുകൾ കൊടുക്കാൻ പറ്റും എന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. 140 കോടി ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യ എക്കണോമി എന്ന് പറഞ്ഞാൽ $3 ട്രില്യൺ ഉള്ളൂ. UK എന്ന് പറഞ്ഞ ഇത്തിരി പോകുന്ന ഒരു സ്ഥലം ഉണ്ട് ഈ $3 ട്രില്യൺ. അവിടെ പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആണ്. അപ്പോൾ ഓവറോൾ ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇൻഡസ്ട്രികൾ ലിമിറ്റഡ് ആണ് ഇവിടെ അല്ലെ. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് ഇന്ത്യയോട് വേറെ വെറുപ്പുണ്ടായിട്ടൊന്നുമില്ല കുട്ടികൾ പോണേ. അവർക്ക് നല്ലൊരു സാഹചര്യം, നല്ലൊരു ജോലി വേണം, നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. അതൊരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അതിന് നമ്മളൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ത്യയുടെ ഇനിയിപ്പോ നല്ലൊരു ഗ്രോത്ത് ഇന്ത്യക്ക് എക്സ്പെക്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അത്രേ ഉള്ളൂ. ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് കുറച്ച് മനസ്സിലായ കാര്യങ്ങൾ, ഒന്ന് നമ്മൾ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബെറ്റർ ഈ പറയുന്ന സ്ഥിരം പാറ്റേൺ അയർലൻഡ്, കാനഡ, ഇത് മാത്രമല്ല ലോകത്ത് അവസരങ്ങളുള്ള രാജ്യങ്ങൾ. അവിടേക്കാൾ കിട്ടുന്നതിനേക്കാളും അതിന് തത്തുല്യമായ വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിൻ്റെ 4/1 ചെലവിൽ നമുക്ക് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അത് മാർക്കറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ചെയ്യാത്തത് അത് കൊമേഴ്സ്യൽ താല്പര്യം, വാണിജ്യ താല്പര്യം കൊണ്ടാണ്. ലാഭം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ പലരും ചെയ്യുന്ന കുട്ടികളെയൊക്കെ കൂട്ടത്തോടെ പിടിച്ച് ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാശ് വാങ്ങുന്നു. അങ്ങനെയുള്ള ബിസിനസ്സാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതല്ലാതെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഞാൻ മനസ്സിലാക്കിയത്, ദിലീപ് ഇപ്പോൾ അഡ്വൈസ് ചെയ്തിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി, അവർ യൂണിവേഴ്സിറ്റി ഇവർക്ക് കുട്ടികളെ പിടിച്ചു കൊടുക്കുന്ന, ഞാൻ ആ വാക്ക ഉപയോഗിക്കുന്നത്, പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് കമ്മീഷനൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല മാർക്കറ്റിലുള്ള പല മുന്തിയ ആളുകളും മുന്തിയ സ്ഥാപനങ്ങളും പബ്ലിക് യൂണിവേഴ്സിറ്റികളെ ഓപ്റ്റ് ചെയ്യുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതല്ലേ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഭൂമിക ബാക്കിയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. അത് മാത്രമല്ല ഇവർക്ക് ഇപ്പൊ ഞാൻ 15 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് വിചാരിച്ചോളൂ. ഞാൻ UK-യിലും കാനഡയിലും അയർലൻഡിലും ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ധാരണാപത്രം വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എന്തൊക്കെ പ്രശ്നം. ഇപ്പൊ കാനഡ ഇത്രയും വലിയൊരു ഡ്രാസ്റ്റിക് നിയമം എടുത്തു അല്ലേ, 10 ലക്ഷം പിള്ളേരെ കട്ട് ചെയ്ത് 3.5 ലക്ഷത്തേക്ക് കുറച്ച് കഴിഞ്ഞ അടച്ചു. നമ്മുടെ ഇവിടെ പറയുന്നില്ല, ഇനി ഇപ്പോഴും കാനഡയിൽ വലിയ അവസരങ്ങൾ. എക്സാക്ട്ലി, ഇപ്പോഴും അത് മാർക്കറ്റിംഗ്. കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ താങ്കളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു ക്രൈസിസ് വരുന്ന നേരത്ത് ഞാൻ താങ്കളെ കൈ ഒഴിയില്ലോ, ഒപ്പം നിൽക്കല്ലേ ചെയ്യാം. അത് തന്നെയാണ് ഈ കൺസൾട്ടൻസി ചെയ്യുന്നത്. പക്ഷെ അത് കുട്ടികളുടെ ഭാവി. എക്സാക്ട്ലി, അതാണ് അവിടുത്തെ കാര്യം. ജോലി ഇല്ലാതെ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ അറിഞ്ഞു. എന്നിട്ടും എന്തിനാണ് ഇത്തരം സ്ഥാപനങ്ങളെ കുട്ടികൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ സ്ഥാപനങ്ങളിൽ അത് ഇതിന് അവയർനെസ് കുറവല്ലേ. ഇപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഈ പ്രായത്തിലേക്ക് എത്തിയത് ഞാൻ പറഞ്ഞു, പേഴ്സണലി 29 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് എല്ലാ വർഷവും യാത്രകൾ നടത്തി ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിച്ചിട്ടാണ് ഈ അറിവ് നേടുന്നത്. ഇനി 20 വയസ്സായിട്ട് ഒരു കുട്ടിയോ അല്ലെങ്കിൽ പുറം ലോകം അധികം വിസിറ്റ് ചെയ്യാത്ത ഒരു പാരന്റിന് എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ? അത് മാത്രമല്ല ഇവരുടെ മുന്നിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള വലിയ ബിസിനസ് ഈവൻറ്റ്സ് നടക്കുകയാണ്. വലിയ ഹോട്ടലുകളിൽ വലിയ പത്രപരസ്യം കൊടുത്തിട്ട് ഈ ഇത്തരം ഏജൻസികൾ, ഈ 2-3 കാനഡ പോലെ അവസരങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളായിട്ട് പോലും വലിയ തോതിൽ കുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന ഏജൻസികൾ വലിയ പരസ്യങ്ങളുടെ സഹായത്തോടെ ഈ ആളുകളെ
ഇരയാക്കുക ഈ ഇവന്റുകൾ സംഘടിപ്പിച്ചു. സംഘടിപ്പിച്ചിട്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ദിലീപിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ഒന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ പത്രപരസ്യങ്ങളും അല്ലെങ്കിൽ ചാനൽ പരസ്യങ്ങളും കണ്ട് ചില രാജ്യങ്ങളിലേക്ക്, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ആളുകൾ 2 വട്ടം ആലോചിക്കണം. അവിടെ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക, പിന്നെയും ഇത് കൊണ്ടുപോകുന്നത് ഈ നടത്തിപ്പുകാരൻ്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് നമ്മളിപ്പോൾ നടത്തിയെന്ന് തോന്നുന്നു. നമ്മുടെ പേരൻസ്, നമ്മുടെ സമൂഹം അറിയേണ്ട കുറേ കാര്യങ്ങളാണ്. എപ്പോഴും കൂടുതൽ മെച്ചം പബ്ലിക് യൂണിവേഴ്സിറ്റികളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും വലിയ പരസ്യം കൊടുക്കാനൊന്നും ശേഷിയുണ്ടാവില്ല, അവർ താല്പര്യപ്പെടുന്നുമില്ല. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഇവർക്ക് പണം കൊടുക്കുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരൊരു ഫ്രീ സർവീസ്, ഈ ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു സേവനം മാത്രം വാങ്ങിയിട്ടാണ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലേക്ക് ആളുകളെ ഗൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് വലിയ പത്രപരസ്യമൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദേ ആർ ദ ജെന്യൂൻ പീപ്പിൾ, അല്ലേ? അപ്പോൾ എനിക്ക് ഒരു കാര്യത്തോട് ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് താങ്കളെ ബന്ധപ്പെടാൻ കഴിയുമോ? ഞാൻ എൻ്റെ ഫോൺ നമ്പർ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഈ നമ്മുടെ ഈ ടോക്കിൽ ആ നമ്പർ ഒന്ന് പറയാമോ? ഡെഫിനറ്റ്ലി. എൻ്റെ 90 91 92 93 03. 1 സെക്കൻഡ് പ്ലീസ്. 90 91 92 93 03. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ കച്ചവടമാണ് വിദേശ വിദ്യാഭ്യാസ രംഗം. ഓരോ വർഷവും നടക്കുന്നത് ആയിരക്കണക്കിന് കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. വലിയ ഹ്യൂജ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത ഒരു വലിയ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടക്കുന്നത്. പക്ഷേ അത് ലാർജ് എമൗണ്ട് പോകുന്നതും തെറ്റായ മാർഗത്തിലേക്കാണ്. ഈ ഏജൻസികൾക്ക് മാത്രം റവന്യൂ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് അതേ നിലവാരത്തിലുള്ള, ഈ കാനഡയിലും UK ഒക്കെ പറയുന്ന അതേ നിലവാരത്തിലുള്ള ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അതിൻ്റെ 4/1 ഫീസിൽ പഠിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ഓഫർ ചെയ്യുന്നത് സ്വകാര്യ സർവകലാശാലകളുമല്ല, അതത് രാജ്യങ്ങളുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും നമ്മുടെ MG യൂണിവേഴ്സിറ്റിയും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പോലെയുള്ള സർക്കാർ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ ആശ്രയിക്കുക. അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആ രംഗത്തൊരു മെൻറ്ററായ ദിലീപിനെ പോലെയുള്ള ആളുകളെ വിളിക്കാം. ഈ ഫോൺ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുക. ഏതായാലും നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കാൻ സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട ദിലീപിന് ABC-യുടെ പ്രേക്ഷകരുടെ പേരിൽ നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.